നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്കൂട്ടർ ബസ്സിലിടിച്ച് പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം. തൊടിയൂർ സ്വദേശിനി അഞ്ജനയാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവിന് സമീപമായിരുന്നു അപകടം. ശബരിമലയിൽ ഗുരുതര വീഴ്ച. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ നീക്കിയതായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. അറ്റകുറ്റപ്പണിക്കായാണ് സ്വർണ്ണപ്പാളി നീക്കം ചെയ്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 80,000 കടന്നു. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂട്ടർ ബസ്സിലിടിച്ച് പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ഊക്കൻമുക്ക് LVLPSന് സമീപമായിരുന്നു അപകടം. സഹകരണ ബാങ്ക് ജീവനക്കാരിയായ തൊടിയൂർ സ്വദേശിനി അഞ്ജനയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഞ്ജനയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട മുതുവിലാക്കാട് ഊക്കൻമുക്ക് സ്കൂളിന് സമീപമുണ്ടായ അപകടത്തിലാണ് തൊടിയൂർ ശാരദാലയത്തിൽ മോഹനൻ അജിത ദമ്പതികളുടെ മകൾ അഞ്ജന മരിച്ചത്. 24 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടറിൽ സ്കൂൾ ബസ് തട്ടി. ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ബസ്സിലിടിച്ചായിരുന്നു അപകടം. റോഡിൽ ഉരഞ്ഞു നീങ്ങിയ സ്കൂട്ടർ ഭാഗികമായി കത്തിനശിച്ചു. കരിന്തോട്ട സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ് അഞ്ജന. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നിയമനം ലഭിച്ച ബാങ്കിൽ ക്ലാർക്കായി ജോലിക്കെത്തിയത്. അടുത്ത സമയത്താണ് അഞ്ജനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഒക്ടോബർ 19 വിവാഹം നടക്കാനിരിക്കവെയാണ് ദാരുണമായ അപകടമുണ്ടായത്. അഞ്ജനയുടെ അമ്മ അജിത തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശബരിമലയിൽ ഗുരുതര വീഴ്ച. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ നീക്കി. അറ്റകുറ്റപ്പണിക്കായാണ് സ്വർണ്ണപ്പാളി നീക്കം ചെയ്തത്. ഇത് സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഹൈക്കോടതി അനുമതിയില്ലാതെ ഇളക്കി മാറ്റി. ഇത് സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. ശബരിമലയിലുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഹൈക്കോടതി അനുമതിയില്ലാതെ ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതടക്കം ലംഘിച്ചുകൊണ്ടാണ് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അതേസമയം സ്വർണ്ണപ്പാളിക്ക് കേടുപാടുണ്ടെന്നും പരിഹരിക്കണമെന്നും ഇതിനായാണ് ഇളക്കി മാറ്റിയതെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വിശദീകരിക്കുന്നത്. തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും ഒപ്പമുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളി ഇളക്കിയതെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇത്തരം അറ്റകുറ്റപ്പണി നടത്തും മുമ്പ് നിരീക്ഷണത്തിനായി പ്രത്യേകം കമ്മീഷനെ നിയോഗിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 80,880 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപയാണ്. കഴിഞ്ഞ ദിവസം 1 പവൻ സ്വർണത്തിന്റെ വില 79,480 രൂപയായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 80,880 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപ നൽകണം. കഴിഞ്ഞ ദിവസം 1 പവൻ സ്വർണത്തിന്റെ വില 79,480 രൂപയായിരുന്നു. കുറച്ചു ദിവസമായി 80,000-തോട് അടുത്തു വരികയായിരുന്നു സ്വർണ്ണവില. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയോട് വിപണി വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശിക ആവശ്യകതകളിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് സ്വർണ്ണവിലയിലെ മാറ്റത്തിന് കാരണം. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. CITU നേതാവായിരുന്ന സുബൈർകുട്ടി അനുസ്മരണം കായംകുളത്ത് നടത്തി. ലോറി ആൻഡ് മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. CITU നേതാവായിരുന്ന സുബൈർകുട്ടി അനുസ്മരണമാണ് കായംകുളത്ത് സംഘടിപ്പിച്ചത്. ലോറി ആൻഡ് മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പെരിങ്ങാലിലുള്ള സഖാവ് സോമനെ പോലുള്ളവർ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ സഖാവ് സുബൈർ ലോറി യൂണിയൻ കായംകുളത്ത് CITUവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ CITU കായംകുളം ഏരിയ ലോറി ആൻഡ് മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ സഖാവ് അബ്ദുൽ ഖാദർ പ്രസിഡൻ്റായും സഖാവ് ശിവൻപിള്ള ജനറൽ സെക്രട്ടറിയായും സഖാവ് സുബൈർ സെക്രട്ടറിയായും പ്രവർത്തനം ആരംഭിച്ച 1988. ആ ലോറി യൂണിയൻ കായംകുളത്ത് CITUവിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ ഇന്ന് നിലകൊള്ളുന്നത് സഖാവ് സുബൈറിൻ്റെ മുഖ്യമായ പ്രവർത്തനമാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. കായംകുളത്തെ
ഗുഡ് ഷെഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രശ്നം 1989 കാലഘട്ടത്തിൽ കായംകുളത്ത് റെയിൽവേ ഗുഡ് ഷെഡിൽ INTUCയുടെ കുത്തകയായിരുന്നു. ആ INTUCയുടെ കുത്തക അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് കായംകുളത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും അന്നത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് MR രാജശേഖര സാറും അടക്കം മുൻകൈ എടുത്തുകൊണ്ട് CPMൻ്റെ പെരിങ്ങാല അന്നത്തെ ടൗൺ കിഴക്ക് ലോക്കൽ കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ടാണ് ഗുഡ് ഷെഡ്. അത് നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തി കൂടിയാണ് ബാലിയൽ ബഷീർ. ആ കാര്യത്തിൽ അടക്കം ആ ലോറി ഗുഡ് ഷെഡിൽ CITUവിൻ്റെ നിയന്ത്രണത്തിൽ ഒരു യൂണിയനൂടെ വേണം എന്ന നിലയിൽ INTUCയുടെ കുത്തക അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ലോറി യൂണിയനും ഗുഡ് ഷെഡിലെ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നടത്തിയ 45 ദിവസക്കാലം നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് INTUCയുടെ കുത്തകയായിരുന്ന റെയിൽവേ ഗുഡ് ഷെഡ് തൊഴിലാളി സംഘടന CITUവിനും ATUCക്കും മറ്റു വിവിധ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും വന്നത്. CITU ഏരിയ പ്രസിഡന്റ് G ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. B അബിൻഷ, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കേശുനാഥ്, പൂക്കുഞ്ഞിയെ, H നജീം, B രാജൻ, കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. മറ്റെല്ലാ സംഘടനകൾക്കും ഇല്ലാത്ത തലത്തിൽ ലോറി തൊഴിലാളി യൂണിയനെ കായംകുളത്ത് ശക്തിപ്പെടുത്തിക്കൊണ്ട് CITUവിൻ്റെ ഏതെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ അണിനിരത്തുന്ന ഒരു സംഘടനയായി മാറ്റിയെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പൊതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചേരാവള്ളിയിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വിവിധ യൂണിയനുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ച സഖാവായിരുന്നു സുബേർ. ആ സുബേറിൻ്റെ മരണത്തെ തുടർന്ന് നമ്മുടെ കായംകുളത്തെ ട്രേഡ് യൂണിയൻ രംഗത്ത് തന്നെ ഒരു നഷ്ടം തന്നെയാണ്. ആ നഷ്ടം നികത്തുന്ന തരത്തിലേക്ക് ഇന്ന് ആ സംഘടന വീണ്ടും പുനർജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കേരള സ്കൂൾ അക്കാദമിയുടെ സ്കൂൾ രത്ന നാഷണൽ അധ്യാപക അവാർഡ് ഹിന്ദി അധ്യാപകൻ മുഹമ്മദ് സലീം ഖാന്. അഴീക്കൽ ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകനാണ് ഇദ്ദേഹം. വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പുരസ്കാരം. मुझे सब गीत अच्छा है, लेकिन शाहरुख खान का जो गीत है बहुत अच्छा है. बताओ ना. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. പഠനാനുബന്ധ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. കേരള സ്കൂൾ അക്കാദമി ഏർപ്പെടുത്തിയ സ്കൂൾ രത്ന നാഷണൽ അധ്യാപക അവാർഡാണ് അഴീക്കൽ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകനായ മുഹമ്മദ് സലീം ഖാന് ലഭിച്ചത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും നൂതന ആശയങ്ങളിലൂടെയും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. അതിലെ കുട്ടികൾക്ക് സംസാരിക്കുവാൻ വേണ്ടി, അവർക്ക് കാണുവാൻ വേണ്ടി, കേൾക്കുവാൻ വേണ്ടി, അവർക്ക് പ്രചോദനം ഉണ്ടാകുവാൻ വേണ്ടി കഴിഞ്ഞ 18 വർഷം മുന്നേ അവർക്ക് വേണ്ടി ഞാനൊരു ടെലിഫിലിം ചെയ്തിരുന്നു. അതിനുശേഷം അവർക്ക് വേണ്ടി തന്നെ കവിത എഴുതിയിരുന്നു, 2 പുസ്തകം കവിത എഴുതിയിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രചോദനങ്ങൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ സഹായത്താൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഹിന്ദി പഠനം എളുപ്പമാക്കാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു. കഴിഞ്ഞ 17 വർഷം കരുനാഗപ്പള്ളി GSKV UPSലും 2 വർഷം GHSSലും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനും പ്രകൃതി സ്നേഹിയും ഹിന്ദി സാഹിത്യകാരനുമായ മുഹമ്മദ് സലീം ഖാൻ തൃശൂർ അയ്യന്തോൾ സ്വദേശിയാണ്. സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. വിവിധ ലൈബ്രറികളിലും ക്ലബ്ബുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക്, കുട്ടികൾക്കോ കുട്ടികളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സമീപവാസികൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ എന്നോട് പറയാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരൊക്കെ സഹായിക്കാറുണ്ട്. സൈറ ബാനുവാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് ആരോപണം. പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. നഗരസഭാ ഓഫീസ് കവാടം ഉപരോധിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പുനലൂർ നഗരസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ തടഞ്ഞുവെക്കുകയും നഗരസഭാ കവാടം കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയും ചെയ്തു. ഭരണം മാറും രൂപം മാറും.
കളിച്ചോ സെക്രട്ടറി ജനാധിപത്യം തച്ചു തകർക്കാൻ വോട്ടർ പട്ടിക ക്രമക്കേട് കാട്ടെ വോട്ടർ പട്ടിക ക്രമക്കേട് തമിഴ്നാട്ടിലുള്ളവർക്ക് വോട്ടുണ്ട് അവിടെയും ഇവിടെയും വോട്ടുണ്ട് ജനാധിപത്യം. ഓണനാളുകളിൽ പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. പുനലൂർ നഗരസഭയിലെ ഓരോ വാർഡുകൾ എടുത്ത് പരിശോധിച്ചാലും വോട്ടുകൾ ഇരട്ടിപ്പ് വരുന്നു. അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളെ വ്യാപകമായി ചേർത്തിരിക്കുന്നു. പല വാർഡുകളിലും തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ളവരെ ബംഗാളികളെ പോലും ചേർത്തിരിക്കുന്നു. ഇവിടെ സ്ഥിരതാമസമുള്ള പട്ടാളക്കാരെയും വിദേശത്ത് ജോലി ചെയ്യുന്നവരെയും പഠിക്കാൻ പോയവരെയും എല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയാണ്. 5 വർഷക്കാലം പുനലൂർ നഗരസഭയിൽ എടുത്തു പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനം ചെയ്യാത്തതിന്റെ ജാള്യതയാണ് പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ കൊണ്ട് CPM ഇത് ചെയ്യിക്കുന്നത് എന്നാണ് കോൺഗ്രസിന് ഈ സമയം പറയാനുള്ളത്. അനർഹരായ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ നിന്നും വിവിധ വാർഡുകളിൽ തിരികെ കയറ്റിയിട്ടുണ്ടെന്നും ഇതര സംസ്ഥാനക്കാരെ രേഖകളില്ലാതെ തന്നെ വിവിധ വാർഡുകളിൽ ഉൾപ്പെടുത്തിയതായും ഇവർ ആരോപിച്ചു. ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് താമസമില്ലാത്ത നിരവധി പേർക്ക് പേര് ചേർക്കാൻ സൗകര്യമുണ്ടാക്കിയതായും കോൺഗ്രസ് ആരോപിക്കുന്നു. 1 മണിക്കൂറോളം നഗരസഭാ സെക്രട്ടറിയെ പ്രവർത്തകർ തടഞ്ഞുവെച്ചു. നഗരസഭ കവാടവും ഉപരോധിച്ചു. ജനാധിപത്യം തകർപ്പിക്കാൻ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? ഉപരോധ സമരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് C. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോടതിയെ സമീപിച്ച് നിയമപരമായ മാർഗങ്ങൾ തേടുകയും അതോടൊപ്പം തന്നെ പ്രത്യക്ഷത്തിൽ ഈ നഗരസഭാ പ്രദേശത്ത് നടത്തിയിട്ടുള്ള ഇത്തരം ക്രമക്കേടുകൾ പൊതുജനങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് UDF പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് പോകുന്ന അതിന്റെ തുടക്കമാണ് ഇന്ന് ആദ്യത്തെ ഓഫീസ് ദിവസം തന്നെ ഇതിന്റെ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സെക്രട്ടറി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതൊരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ ഉപരോധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. UDF പാർലമെന്ററി പാർട്ടി ലീഡർ G. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറിയെ കാണിച്ച് തെളിവുകളൊക്കെ കണ്ടപ്പോൾ സെക്രട്ടറി പറയാ ഞങ്ങളിന്ന് പരിഹരിച്ചു തരാമെന്നായി ഇപ്പോൾ പറയുന്നത്. ചൂണ്ടിക്കാണിച്ച പിഴവുകളെല്ലാം ശരിയാണ് എന്ന് നഗരസഭാ സെക്രട്ടറിയും ബന്ധപ്പെട്ട ജീവനക്കാരെ സമ്മതിക്കുക. ഒളിച്ചും മാത്രം രാത്രിയുടെ മറവിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ ഇവിടെ വന്നിരുന്നുകൊണ്ട് വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുക. വാർഡിൽ താമസമില്ലാത്ത ഒരാൾ 184ഓളം വോട്ടുകൾ ഒരു വാർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ അപേക്ഷ കൊടുത്തു. അതനുസരിച്ച് ആ വോട്ടുകൾ മുഴുവൻ നീക്കം ചെയ്യുക. ഇത് കേട്ടുകേൾവിയുണ്ടോ? പുനലൂരിന് പുറത്തുള്ള 2000-ലധികം ആളുകളുടെ വോട്ട് പല വാർഡുകളിലായി തിരികെ കയറ്റിയിരിക്കുക. തമിഴന്മാരെ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ നാട്ടിൽ താമസമില്ലാത്ത ആളുകളാ. താമസമുള്ള ആളുകൾക്ക് വോട്ടില്ല. താമസമില്ലാത്ത ആളുകളുടെ വോട്ട് തിരികെ കേൾക്കുക. ഇത് പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ, അവർ രാജ്യ സേവനം നടത്തുന്നതിന് വേണ്ടി ജോലിക്ക് പോയിട്ടുള്ള ആളുകളാ. അവരുടെ വോട്ട് നീക്കം ചെയ്തു. നഗരസഭാ സെക്രട്ടറിയെ ഞങ്ങൾ കാണിച്ചു. സെക്രട്ടറി കുറ്റബോധത്തോടുകൂടി പറയുക ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ജീവനക്കാരോട് ചോദിക്കുക. വിദേശ രാജ്യത്ത് ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ അവരുടെ വോട്ട് നീക്കം ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തും മറ്റും ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ, 5 സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ അവരുടെ വോട്ട് നീക്കം ചെയ്യുക. നാട്ടിലുള്ള ആളുകളുടെ വോട്ട് നീക്കം ചെയ്തപ്പോൾ വാർഡിൽ താമസമില്ലാത്ത ആളുകളുടെ വോട്ട് കൂട്ടിച്ചേർക്കുന്നു. പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുക. പാർട്ടി ഓഫീസുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIയുടെയും പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുക. കേട്ടുകേൾവിയുണ്ടോ? ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു. ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ലീഡർ സാബു അലക്സ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ S. നാസർ, KN. ബിപിൻകുമാർ, ഷെമി അസീസ്, നേതാക്കന്മാരായ M. ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, ശിവരാജൻ, N. സുന്ദരേശൻ, TS. ഷൈൻ, K. കനകമ്മ, S. പൊടിയൻപിള്ള, നിർമ്മല സത്യൻ, വിളയിൽ സഫീർ, ഭരണിക്കാവ് രാജീവ്, മുഹമ്മദ് റാഫി, വിപിൻ വർഗീസ്, N. അജീഷ്, KK. ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രിയദർശിനി ഫൗണ്ടേഷൻ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. 301 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ നൽകിയത്. പ്രിയദർശിനി ഫൗണ്ടേഷൻ കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അഞ്ചലിൽ 301 കുടുംബങ്ങൾക്ക് ഭക്ഷ്യവിഭവങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്ന ഓണക്കിറ്റ് നൽകിയത്. പനച്ചുവിളിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചുറ്റും കുറേ പ്രയാസപ്പെടുന്നവർ എപ്പോഴും ഉണ്ടാവും. അവർക്കൊരു ആശ്വാസവും സന്തോഷവും കൊടുക്കുക എൻ്റെ കൂടി കടമയാണ്.
എൻ്റെ കൂടി കടമയാണ്. ഇന്ന് ഓണം ചിലർ പറയുന്നത് ഒരു വിഭാഗം തന്നെയാണ്, ഇന്ന് നമുക്ക് ഓണമില്ല, അങ്ങനെയൊക്കെ ചിന്ത വരുമ്പോൾ അതല്ല. ഓണം എന്താണുള്ളത് കേരളത്തിൻ്റെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമഭാവനയുടെയും സമത്വത്തിൻ്റെയും ഉത്സവമാണ് എന്നതാണ് സത്യം. ആ സത്യം ഉയർത്തിപ്പിടിക്കുകയാണ്. പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് അധ്യക്ഷത വഹിച്ചു. ആദ്യം ആരംഭിക്കുമ്പോൾ ചെറിയ കുറച്ചാളുകൾക്ക് ഈ നിശബ്ദമായ കിറ്റുകളോ കൊടുത്താണ് ഞങ്ങൾ ആരംഭിച്ചത്. ഇന്ന് 301 കുടുംബങ്ങളിൽ ഈ ഓണസമ്മാനം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് വളരെയേറെ ചാരിതാർത്ഥ്യമാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് രാഷ്ട്രീയമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനത്തിനകത്തുള്ള കാര്യം സാറിന് വേണ്ടി ഒന്ന് അയവിറക്കാനാണ്. ഫാദർ ബോബസ് മാത്യു ഓണ സന്ദേശം നൽകി. ഓണത്തിന് സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് പൂർവീകരായ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. ശീലങ്ങളൊന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഓണത്തിന് പിന്നിൽ വലിയ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഉള്ളപ്പെടും. ഓണം നമ്മളെ സംബന്ധിച്ച് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, ഒന്നാണ് എന്നൊരു സന്ദേശമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓണാഘോഷത്തിന് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. മൗലവി മുഹമ്മദ് സ്വാലിഹ് ജൗഹരി, ഡോക്ടർ സോണി മാത്യു, ലിജു ആലുവിള, ജോളി സജി, എസ് കെ പ്രേംരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വീട്ടിൽ അതിക്രമിച്ച് കയറി യുവാവിനെ ആക്രമിച്ച കേസിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ഏരൂർ ചില്ലിംഗ് പ്ലാന്റിലാണ് സംഭവം. കുളത്തൂപ്പുഴ സ്വദേശിയായ യുവാവിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏരൂരിലെ ചില്ലിംഗ് പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. യുവാവിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ഇടത് കൈപ്പത്തിയുടെ പിന്നിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയും തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ചില്ലിംഗ് പ്ലാന്റ് സ്വദേശി അജയൻ, ഇയാൾക്കൊപ്പം താമസിക്കുന്ന സരസ്വതി എന്നിവരെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അയൽവാസിയും കുളത്തൂപ്പുഴ സ്വദേശിയുമായ അഖിലേഷിനെയാണ് വെട്ടിയും അടിച്ചും പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അഖിലേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ ഭാര്യയ്ക്കും അക്രമത്തിൽ പരിക്കേറ്റു. സരസ്വതി അജയനൊപ്പം താമസിക്കുന്നത് അഖിലേഷ് ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പലതവണ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ഇതിൻ്റെ വൈരാഗ്യത്താൽ വീട്ടിൽ നിന്ന് കത്തിയുമായി അഖിലേഷിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിയും അടിച്ചും പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അഖിലേഷിൻ്റെ ഭാര്യ അശ്വതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് രാത്രിയോടെ തന്നെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശ്രമം, അതിക്രമിച്ചു കടക്കൽ, മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉപയോഗിച്ചാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പും വൈദ്യപരിശോധനകളും പൂർത്തീകരിച്ച് ഇരുവരെയും റിമാൻഡ് ചെയ്തു. SHO പുഷ്പകുമാർ, SI ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂട്ടർ ബസ്സിലിടിച്ച് പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം. തൊടിയൂർ സ്വദേശിനി അഞ്ജനയാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവിന് സമീപമായിരുന്നു അപകടം. ശബരിമലയിൽ ഗുരുതര വീഴ്ച. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ നീക്കിയതായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. അറ്റകുറ്റപ്പണിക്കായാണ് സ്വർണ്ണപ്പാളി നീക്കം ചെയ്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 80,000 കടന്നു. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.